ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കുള്ള അപ്രഖ്യാപിത വിലക്കിലൂടെ സിനിമയുടെ പ്രദർശനം അനന്തമായി നീളുകയാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ഉദ്യോഗസ്ഥരാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് സംഘപരിവാർ നേതാക്കളുടെ അടക്കം വാദം. ഇന്ന് ഹൈക്കോടതിയും അതിരൂക്ഷമായ ഭാഷയിൽ സെൻസർ ബോർഡിനെ വിമർശിച്ചു. എന്താണ് ഈ സിനിമയ്ക്ക് പിന്നിലെ വിവാദങ്ങൾക്ക് പിന്നിൽ? പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന ആരോപണങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടോ? ആദ്യം കാണാം RDX റാപ്പ്. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ ജാനകി എന്ന പേര് നൽകിയതിനാൽ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ നിർമ്മാതാക്കളായ കോസ്മോ എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സെൻസർ ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. ചിത്രത്തിലുടനീളമുള്ള ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് റിവൈസിംഗ് കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത് എന്നത് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. നടപടികൾ അനന്തമായി നീട്ടാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി എന്ത് പേരിടണമെന്ന് സർക്കാരാണോ കലാകാരന്മാരാണോ നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ആരുടെ വികാരങ്ങളെയാണ് ഈ പേര് വ്രണപ്പെടുത്തുന്നതെന്ന് സെൻസർ ബോർഡ് മറുപടി പറയണം. ജൂൺ 12-ന് സെൻസർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ലഭിച്ചില്ലെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതി അറിയിച്ചിരുന്നു. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നായതാണ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാൻ കാരണമെന്നാണ് അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡിനെതിരെ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ റീജിയണൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ചിത്രം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. ഹർജി ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. RDX ആദ്യ ദിവസം ചർച്ചയ്ക്കെടുത്തതാണ് ഈ വിഷയം. ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചിട്ട് വരാം. ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം? ജാനകി എന്ന പേര് സിനിമയ്ക്ക് നൽകിയതിനെ അഭിനന്ദിക്കുകയാണ് ഹൈക്കോടതി ഇന്ന് ചെയ്തത്. ഏത് പേര് കൊടുക്കണമെന്ന് സംവിധായകനോട് സെൻസർ ബോർഡ് കൽപ്പിക്കുകയാണോ എന്ന് കോടതി ചോദിച്ചു. എന്ത് പേരിടണം എന്ന് സർക്കാരാണോ കലാകാരന്മാരോട് നിർദ്ദേശിക്കുന്നതെന്ന പ്രസക്തമായ ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ സിനിമയിലെ കഥാതന്തു, പിന്നെ എന്താണ് കുഴപ്പം എന്ന് കോടതി ചോദിച്ചു. ജാനകി എന്ന കഥാപാത്രം സിനിമയിൽ പ്രതിയല്ലല്ലോ, നീതിക്ക് വേണ്ടി പോരാടുന്ന നായികയല്ലേ എന്ന് ചോദിച്ചു. ജാനകി എന്ന പേര് ആരെയാണ് വേദനിപ്പിക്കുന്നത്? മിക്ക പേരുകളും ദൈവനാമങ്ങളാണ് ഇന്ത്യയിൽ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുംബൈയിൽ നിന്നാണ് കട്ട് വന്നത്. തിരുവനന്തപുരം CBFC റീജിയണൽ ഓഫീസ് UA സർട്ടിഫിക്കറ്റാണ് ഈ ചിത്രത്തിന് നൽകിയിരുന്നത്. പ്രശ്നമുണ്ടായിരുന്നില്ല. റീജിയണൽ ഓഫീസ് സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ നൽകിയത് കട്ട് ഇല്ലാതെ തന്നെയായിരുന്നു, ക്ലീൻ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പ്രദർശനാനുമതി നിഷേധിച്ചത് പക്ഷേ മുംബൈയിലെ സെൻസർ ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ്. പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ വാക്കാൽ നിർദ്ദേശമാണ് വന്നത്, രേഖാമൂലമല്ല. താൻ അഭിനയിച്ച ചിത്രം നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടേ ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ സിനിമയുടെ അനുഭവം ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നാണ് വിമർശനം സിനിമാ മേഖലയിൽ നിന്ന് വരുന്നത്. എൻ്റെ പേര് ശിവൻകുട്ടി, സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി വരുമോ എന്ന് തമാശ പോസ്റ്റിൽ മന്ത്രി B. ശിവൻകുട്ടി വിമർശിക്കുകയും ചെയ്തു. എൻ്റെ പേരിലെ കൈലാസ് എന്നത് മാറ്റേണ്ടി വരുമോ എന്ന് സംവിധായകൻ ഷാജി കൈലാസ് പറയുന്ന നിലയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ടൊരു ദിവസം തുടക്കത്തിൽ ചർച്ച ചെയ്ത, പക്ഷേ പിന്നീട് അത് കാര്യം ഡെവലപ്പായി. അതായത് ആദ്യഘട്ടത്തിൽ ചെറിയ തമാശ മോഡായിരുന്നെങ്കിൽ ഇപ്പോൾ സിനിമാക്കാരൊക്കെ ഒന്ന് ഭയന്നിട്ടാണ്. അതായത് എങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് ഉണ്ണികൃഷ്ണനും B. ഉണ്ണികൃഷ്ണനും രഞ്ജി പണിക്കരും ഒക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് B. ഉണ്ണികൃഷ്ണൻ ഇന്നത്തെ ഒരു പ്രസ്താവന കൂടെ നമുക്കൊന്ന് കേട്ടുവരാം. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ ഇന്ന് പറഞ്ഞു. ശുഭപ്രതീക്ഷയും ധൈര്യവും നൽകുന്ന പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നമ്മളുടെ പ്രതീക്ഷ കോടതിയിലാണ്. കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചു. അത് ഒരു പടി കൂടി മുമ്പോട്ട് പോയി കുറേ കൂടി ശുഭപ്രതീക്ഷയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാനുള്ള ഞങ്ങൾക്ക് ധൈര്യം തരുന്ന, സ്വാതന്ത്ര്യം തരുന്ന ഒരു പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും അബ്സേർഡ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കോടതി വരെ പോകേണ്ടി വരിക വലിയ തമാശയാണ്. പക്ഷേ നമുക്കെല്ലാം സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടി ആയി വരുന്നു. വലിയ സിനിമാക്കാർക്കൊക്കെ പോയി സമരം നടത്തേണ്ടതായിട്ട് വരുന്നു. പക്ഷേ രേഖാമൂലമുള്ള എന്തെങ്കിലും നിർദ്ദേശമൊന്നുമില്ല. വാക്കാലൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ ഈ പേര് മാറ്റണം എന്ന്. കോടതിക്ക് തന്നെയും ഇതെന്താണ് ഈ നടക്കുന്നതെന്ന് തോന്നലുണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ട ഹർഷ? നമ്മൾ ഈ സത്യാനന്തര കാലം എന്ന് ആവർത്തിച്ച് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പം BJP സർക്കാർ അധികാരത്തിലൊക്കെ എത്തിയതിന് ശേഷം ട്രംപ് ആദ്യം അധികാരത്തിലെത്തിയ സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരുന്നുണ്ട് സത്യാനന്തര കാലത്തിൻ്റെ പ്രത്യേകതകൾ. എന്താ പ്രത്യേകതകൾ? ഈ പറഞ്ഞതുപോലെ യുക്തിരാഹിത്യം എന്നുള്ളതാണ് ആ കാലത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഈ മിത്തുകളാണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരും. ഏതാണ്ട് ആ നിലയ്ക്ക് അത് സംഭവിച്ചതിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ ദിവസം
പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ എന്തുകൊണ്ടാണ് BJP യെ എതിർക്കുന്നത്? അപ്പോൾ ബീഹാറിൽ BJP ക്ക് എതിരെ മത്സരിക്കുകയാണല്ലോ, അപ്പോൾ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് BJP എതിർക്കുന്നത് എന്നുള്ള കാര്യത്തെ പ്രശാന്ത് കിഷോർ വിശദീകരിക്കുന്നത് കണ്ടത്, നിങ്ങൾ BJP ക്ക് വോട്ട് ചെയ്താൽ മാത്രം പോരാ, BJP ക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത് അവർ ജയിച്ചു എന്ന് കരുതുക, അതുകൊണ്ട് മാത്രം കാര്യമല്ല, അത് വേറൊരു തലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്ര പരിസരത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ്. അപ്പോൾ അവരാവശ്യപ്പെടുന്നത് എന്താണ്? ഏതായാലും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതല്ലേ, അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കഴിച്ചാൽ മതി, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകൾ നിങ്ങൾ ഇട്ടാൽ മതി എന്നുള്ള തലത്തിലേക്ക് ആ സംഗതി മാറും. അതങ്ങനെ ഒരു എക്കോസിസ്റ്റം തന്നെ പിന്നീട് രൂപപ്പെടും എന്നുള്ളത് പ്രശാന്ത് കിഷോർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജാനകി എന്ന പേര് ഇന്ത്യയിൽ ഏതെങ്കിലും കാലത്ത് ജാനകി എന്ന് പേരിടരുതെന്നല്ല, ഏതെങ്കിലും ഒരു പേര് അങ്ങനെ നിങ്ങൾ ഇടരുത് എന്നുണ്ടായിരുന്നോ? പണ്ട് നമ്മളിപ്പോൾ ഈ നോർത്ത് കൊറിയയിലെ കാര്യം ഇങ്ങനെ ചില വാർത്തകൾ സത്യമാണോ അല്ലയോ എന്നറിയില്ല. ഇപ്പോൾ കിം ജോങ് ഉന്നിൻ്റെ പേര് ആരും ഇടരുത്, ആ പേര് വേറെ ആർക്കും ആ രാജ്യത്ത് പാടില്ല, അദ്ദേഹം മുടി വെട്ടുന്ന പോലെ പിന്നെ വേറെ ആരും മുടി വെട്ടാൻ പാടില്ല എന്ന് പറയുന്ന മറ്റുള്ള ഒരു സംഗതിയല്ലേ ഇത്. അപ്പോൾ ഇത് വേറെ ഒരു തരത്തിലും ഇത് ഉപയോഗിക്കാം. ഈ തരത്തിൽ ജാനകി എന്നുള്ള പേര് രാമൻ്റെ ഭാര്യ സീതയുടെ മറ്റൊരു പേരാണ്, അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വേറൊരു തരത്തിൽ കൂടി നമ്മൾ കേരളത്തിൽ നിന്ന് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് നമ്മൾ പറയുമല്ലോ, ചില വിമർശനങ്ങളിൽ ഉണ്ടാവുമല്ലോ, ഈ സവർണരല്ലാത്തവർ പേരുകൾ ഇടുമ്പോൾ ഒരു പ്രത്യേകത. ജാനകി എന്ന പേര് ആർക്കും ഒരു കാലത്തുണ്ടായിരുന്നില്ല. ജാനു എന്ന് കഷ്ടിയാണ്, അടിച്ചു തള്ളിക്കാരി ജാനു എന്നുള്ളത് ഒരു ക്ലീഷേ പ്രയോഗമായിട്ട് മലയാള സിനിമയിൽ ഒരു സമയത്ത് വന്നിരുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ ആണ് ആ പേര് പ്രയോഗിക്കേണ്ടത്, ജാനകി എന്നല്ല. അതുപോലെ ഇപ്പം സീത എന്നുള്ള പേരിന് പകരമാണ് അത്ര ചീര എന്ന് പണ്ട് കേരളത്തിൽ പേരിട്ടിരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ അതായത് ആ പേരുകൾ പ്രയോഗിക്കാൻ പാടില്ല, നിങ്ങൾ ഇടാൻ പാടില്ല എന്നുള്ള ആ സംവിധാനം ഉണ്ടല്ലോ, ആ ജാതി അടക്കം ഇതിൽ പ്രകടമാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു പീഡനത്തിന് വിധേയയായ ഒരു സ്ത്രീക്ക് ആ പേര് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെൻസർ ബോർഡ് വിചാരിച്ചു വച്ചിരിക്കുന്നത്. അത് ആരാണ് ഈ സെൻസർ ബോർഡ് എന്നതുപോലും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും അത് രേഖാമൂലം കൊടുത്തിട്ടില്ല, ഏതോ ഒരു വിവരദോഷിയാണ്. അതിനപ്പുറത്ത് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. അതാണ് ഈ കോടതി വരെ വന്ന് എത്തി നിൽക്കുന്നതും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വികൃതികൾ എന്നാണ് എം മുകുന്ദൻ ഒരു കൃതിക്ക് പേരിട്ടിരിക്കുന്നത്. ആഹാ, ദൈവത്തിന് വികൃതി എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് കുഴപ്പത്തിലാക്കാമായിരുന്നല്ലോ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് വയലാർ എഴുതിയതുപോലെ ഇനി ഈ സമയത്ത് എഴുതിയാലും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് എഴുതി അങ്ങനെ ദൈവത്തെ വിമർശിച്ചു എന്ന് പറയാം. ഇതിനേക്കാളൊക്കെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയും മുണ്ടശ്ശേരി മാഷിനെയും എല്ലാം കഥാപാത്രങ്ങളാക്കി നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലാണ് ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും. ഇപ്പോൾ ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ 1967 എഴുതിയതാണ്, അന്ന് ആ പേരിട്ടിരുന്നത്. ഈ പേര് ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ മതം, എല്ലാത്തിനും അപ്പുറത്തും മതവും മതത്തിൻ്റെ യുക്തികളും ആ പറയുന്ന യുക്തിരാഹിത്യവും ഒക്കെ ഭരിക്കുന്ന ഒരു ചിന്ത അത് ആരുടെ തലയിൽ വരുന്നോ അവിടെയെല്ലാം ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കാര്യം തന്നെ എടുക്കാം. എന്താണ് മുഹമ്മദ് എന്നുള്ള പേര്? ആ ചോദ്യ പേപ്പറിൽ ഒരു പേരാണ്, പേര് മാത്രമാണ്. ഏത് മുഹമ്മദാണത്? ഒരു മുഹമ്മദ്. ആ മുഹമ്മദ് എന്നുള്ള പേര് വന്നല്ലോ, അപ്പോൾ കൈവെട്ടിയേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ആ എത്തിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബുദ്ധിയും യുക്തിയുമാണ് ഈ പറയുന്ന സെൻസർ ബോർഡിൽ ഇരിക്കുന്നവനും ഉള്ളത്. അതായത് നല്ല ആളുകൾക്കല്ലാതെ ദൈവത്തിൻ്റെ പേരിടാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ യുക്തി പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ കോടതി ചോദിച്ചാലും എനിക്ക് അമ്പരപ്പുണ്ടാകുന്നൊരു കാര്യമുണ്ട്, വില്ലൻ റേപ്പിസ്റ്റിനല്ലല്ലോ ജാനകി എന്ന് പേരിട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേപ്പിസ്റ്റിന് ജാനകി എന്ന് പേരുണ്ടായിക്കൂടെ എന്ന് ചോദ്യം. അതിപ്പോൾ കോടതി ഏത് സാഹചര്യത്തിലാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അതിനകത്ത് അങ്ങനെ ഒരു സെൻറ്റൻസ് ആണ്. ആർക്കും പേരുണ്ടാകാം, ഏത് വില്ലനും നല്ല ദൈവത്തിൻ്റെ പേരുണ്ടാകാം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും മതത്തിൽ നിന്നാണ് പേരുകളുണ്ടാകും. നമ്മളിപ്പോൾ മുഹമ്മദ് എന്നുള്ള പേരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് ഇടുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, മുഹമ്മദ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ്. അങ്ങനെ നിരവധിയായുള്ള പേരുകളുണ്ട്. എല്ലാം പല മതങ്ങളിലെ അല്ലെങ്കിൽ ആദരണീയരായ വ്യക്തികൾക്ക് ഉള്ള പേരാണ്. ഇപ്പം വില്ലന്മാർക്ക് പേര് ദേവതകളുടെയും ദേവന്മാരുടെയും പാടില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലനാരാ? എൻ്റെ കണക്കിൽ നാഥുറാം വിനായക് ഗോഡ്സെയാണ്. നാഥുറാം ആണ്. നാത്ത് എന്ന് വെച്ചാൽ ഈ കാതിൽ കമ്മലിട്ടിരിക്കുക. ഇയാൾ ചെറുപ്പത്തിൽ ഇയാളുടെ ഒരു പെൺകുട്ടിയായിട്ടാണ് വളർത്തിയ അവരുടെ വീട്ടുകാർ നാഥുറാം. അപ്പോൾ ഈ നാഥ് എന്ന് വെച്ചാൽ, നാഥു എന്ന് വെച്ചാൽ ഈ കമ്മലാണ്. കമ്മലിട്ട രാം എന്നാണ് ഇയാളുടെ പേരിൻ്റെ അർത്ഥം. ഇയാളാണ് വളരെ ആരാധ്യനായിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രായത്തിൽ, ഏറ്റവും വൃദ്ധനായിരിക്കുന്ന പ്രായത്തിൽ നിന്ന് വെടിവെച്ച് കൊന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലൻ നാഥുറാം. അയാളെ നാളെ മുതൽ നാഥു രാവൺ ഗോഡ്സെ എന്ന് മാത്രമേ നമ്മളിനി ചർച്ചകളിൽ പറയാൻ പാടുള്ളൂ. എന്നിവർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ രാമൻ്റെയും സീതയുടെയും
അനവധിയായുള്ള നമുക്കാണെങ്കിൽ എന്താണ് 10,000-കണക്കിന് ദൈവങ്ങളുണ്ട്. ഇവരുടെ എല്ലാം പേരുകളാണ് മനുഷ്യർക്കുള്ളത്. മനുഷ്യർ പല സ്വഭാവക്കാരാണ്. നല്ലവരും ചീത്തയായുള്ള ആൾക്കാരുണ്ട്, ചീത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിനകത്ത് പേര് എന്ന് സംബന്ധിച്ച് ഇത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഹർഷൻ ഇത്, പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഹർഷൻ ഇല്ലാത്ത ദിവസം RDXൽ ഞങ്ങൾ ഈ വിഷയം എടുത്തപ്പോഴാണെന്നൊന്നും ഞാൻ പറഞ്ഞു. അതായത് ഒന്ന്, ഇത് BJPയുടെയും RSSൻ്റെയും അല്ലെങ്കിൽ അങ്ങ് മാറ്റിവെച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിപാടിയാണ്. അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങളെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് അബ്സേർഡായിട്ടുള്ള, ആദ്യ കേൾവിയിൽ വളരെ അബ്സേർഡായിട്ട് തോന്നുന്ന, നമുക്ക് ഇങ്ങനെയുള്ള ലോജിക് കൊണ്ടൊക്കെ വളരെ എളുപ്പത്തിൽ എതിർക്കാൻ പറ്റുന്ന, കോടതിയിലേക്ക് എന്നാൽ കോടതിക്കും തട്ടിക്കളയാൻ പറ്റുന്ന, ആളുകൾക്ക് ചിരിക്കാൻ പറ്റുന്ന, വിവരക്കേട് എന്ന് പ്രാഥമികമായ കേൾവിയിൽ തോന്നുന്ന ചില വിഷയങ്ങളെ അന്തരീക്ഷത്തിലേക്ക് ഇടുക. മതപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള സംഗതികളെ ചർച്ചയാക്കുക. അത് കേരളം പോലൊരു സ്ഥലത്ത് കൂടെ ചർച്ചയാക്കി കൊണ്ടുവരിക. ഇപ്പോൾ ഈ ഗവർണർ ചെയ്യുന്നതും ഇപ്പോൾ ഈ സെൻസർ ബോർഡ് ചെയ്യുന്നതൊക്കെ ഏതാണ്ട് ഒരേ സംഗതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഭാരതാംബ, അവർക്ക് തന്നെയും പല അഭിപ്രായങ്ങളുള്ള ചിത്രമാണ്. ഭാരതാംബ എന്നാണ് അവരെ വിളിക്കുന്നത്. ഒരാളുടെ ചിത്രം ഒന്നാണ്, മറ്റൊരാളുടെ ചിത്രം മറ്റൊന്നാണ്. BJP കേരള ഘടകം സമരം ചെയ്യുമ്പോഴേക്കും ഒരു പടം വെക്കും, ഗവർണർ വീട്ടിൽ അദ്ദേഹം മറ്റൊന്ന് വെക്കും. ഇതെന്തിനാണ്? ഇത് എപ്സൈഡാണല്ലോ ഇതുവർ ചെയ്യുന്നതെന്ന് ചെറിയ കുട്ടികൾക്കടക്കം തോന്നും. പക്ഷേ ആ വിഷയത്തെ എടുത്ത് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക, കേരളത്തെ ചർച്ച ചെയ്യാൻ വിടുക. ഇപ്പോൾ ജാനകി എന്ന് പറഞ്ഞാൽ എത്രയോ സിനിമകൾ വന്നു, പക്ഷേ ഇപ്പോൾ സിനിമ പോലൊരു പ്രധാനപ്പെട്ട ഫീൽഡിലേക്ക് ഇങ്ങനൊരു വിഷയത്തെ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ ആ വിഷയത്തെ നാട്ടിലേക്ക് ഇട്ടിട്ട് ചർച്ച ചെയ്യിച്ചിട്ട് ഈ നമ്മൾ ബ്രെയിൻ റോട്ട് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഒട്ടും ഗൗരവമില്ലാത്ത ഇത്തരം വിഷയങ്ങൾ ഇട്ടിട്ട് മതവും വിശ്വാസവും ചേർത്തുള്ള കാര്യങ്ങളെ ഈ ഒരു ഹെജിമണിക്കായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നുള്ള ഒരു രാഷ്ട്രീയ ബുദ്ധി കൂടെ ഇവർ. കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെയാണ് തേടി വരിക എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ രസകരമായ ഒരു ഉത്തരമാണ് ഇത്. കാരണം ഈ സിനിമയുടെ നായകൻ ആരാണ്? കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിയാണ് ഈ സിനിമയുടെ നായകൻ. ഈ സിനിമയുടെ നിർമ്മാതാവ് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയാം ഞാൻ BJP-കാരനാണെന്ന്. അതെന്താ വെച്ചാൽ ഈ സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ജോയ് മാത്യുവിനെ പോലെ ആണ്ടി വന്നു. എല്ലാ തരത്തിലും പ്രതികരിക്കുന്ന ആൾക്ക് മിണ്ടാതെ മൂലക്കിരിക്കുന്നു. 2-3 ദിവസമായിട്ട് നന്നായി പ്രതികരിക്കും. അല്ല, പക്ഷേ ഇമ്രാൻ സിനിമ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് അവരവർക്ക് തടിക്ക് തട്ടുന്ന കാലത്ത് മുന്നോട്ട് നിൽക്കുക എന്ന ജോയ് മാത്യുസം സുരേഷ് ഗോപി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനു മുമ്പും ഇന്ത്യയിലെ പല ഭാഷകളിലായി ജാനകി എന്ന പേരിൽ നിരവധി സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ജാനകി എന്ന പേര് ഒരു പ്രശ്നമായി ഉന്നയിക്കാതിരുന്ന സെൻസർ ബോർഡ് ഇപ്പോൾ എന്തിനാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്ന കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതിൽ പ്രധാന വേഷം അഭിനയിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൗനത്തിലും സംശയം ഉന്നയിക്കുന്നവരുണ്ട്. ഔദ്യോഗികമായി പേര് മാറ്റാൻ ആവശ്യപ്പെടാതെ വാക്കാൽ നിർദ്ദേശം നൽകിയ പ്രസൂൺ ജോഷിയുടെ നിലപാടും എതിർക്കപ്പെടേണ്ടതാണ്. ഹൈക്കോടതി പറഞ്ഞതുപോലെ കലാവിഷ്കാരങ്ങളും അതിലെ ഇതിവൃത്തങ്ങളും എങ്ങനെയായിരിക്കണം, കഥാപാത്രങ്ങൾക്ക് എന്ത് പേരിടണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡല്ല, അതിൻ്റെ സ്രഷ്ടാക്കളാണ്. ആ സ്വാതന്ത്ര്യത്തിലെങ്കിലും തൽക്കാലം ഒരു സെൻസർ ബോർഡും ഇടപെടാതിരിക്കണം എന്നാണ് RDXന് പറയാനുള്ളത്. ഇടവേളയിലേക്ക്